Hello friends, welcome back to the channel. ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി പഠിക്കാം. ആക്ച്വലി എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? ആറ്റങ്ങൾ റീഅറേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഒരിക്കലും ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഒരു ആറ്റം നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ വേറൊരു എലമെൻറ്റിൻ്റെ ആറ്റമായിട്ട് മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. ആറ്റംസ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ആ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട്, പല ആറ്റംസ് തമ്മിൽ ബോണ്ടുകൾ ഉണ്ടാവുമല്ലോ, ആ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ആറ്റംസുമായിട്ട് ബോണ്ടുകൾ ഉണ്ടാക്കുന്നു. ദേ ഫോം ന്യൂ ബോണ്ട്സ് വിത്ത് ഡിഫറെൻറ്റ് ആറ്റംസ്. അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. There are 5 different types of chemical reactions for you to learn. Combination reaction, decomposition reaction, displacement reaction, double displacement reaction, and oxidation and reduction reaction. Let us see what is a combination reaction. When two or more substances combine to form a single product, the reactions are called combination reactions. അതായത് രണ്ട് എലമെൻറ്റോ അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ടോ അല്ലെങ്കിൽ രണ്ടിലധികം സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്തിട്ട് ഒരു ഒറ്റ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. ഈ റിയാക്ഷൻസിൽ റിയാക്റ്റൻസ് കമ്പൈൻഡ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആക്ടിവിറ്റി 1.4 ഒന്ന് നോക്കാം. ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് കാൽസ്യം ഓക്സൈഡ് ഓർ ക്വിക്ക് ലൈം ഇൻ എ ബീക്കർ. ഒരു ബീക്കറിനുള്ളിൽ കാൽസ്യം ഓക്സൈഡ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആ ബീക്കറിലൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അതായത് കാൽസ്യം ഓക്സൈഡ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഒരുപാട് ഹീറ്റും ജനറേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് എഴുതിയിരിക്കുന്നത്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O ഈസ് ഗിവിങ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹീറ്റ്. കാൽസ്യം ഓക്സൈഡിൻ്റെ കോമൺ നെയിമാണ് ക്വിക്ക് ലൈം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നീറ്റുകക്ക എന്നൊക്കെ പറയും. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോമൺ നെയിമാണ് സ്ലേക്കഡ് ലൈം അഥവാ കുമ്മായം. ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതായത് കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന സിംഗിൾ പ്രോഡക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. പണ്ട് കാലത്ത് ഇമൽഷൻ പെയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഭിത്തിക്കൊക്കെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് കുമ്മായം കലക്കിയിട്ടാണ്. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ വാൾ പെയിൻ്റായിട്ട് അല്ലെങ്കിൽ വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ പതുക്കെ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് ആ ഷൈനിങ് തരുന്നത്. ഭിത്തിക്കൊക്കെ ആ നല്ല ഷൈനിങ് കിട്ടുന്നത് ഈ കാൽസ്യം കാർബണേറ്റ് കാരണം. ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മാർബിളിൻ്റെ കെമിക്കൽ ഫോർമുലയും കാൽസ്യം കാർബണേറ്റ് തന്നെയാണ്. അതായത് CaCO3 ആണ് മാർബിളിൻ്റെയും കെമിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചതിൻ്റെ ഒരു 2-3 ദിവസം കഴിയുമ്പം ഈ വൈറ്റ് വാഷ് ചെയ്ത ഭിത്തിക്കൊക്കെ നല്ലൊരു ഷൈനിങ് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് നോക്കാം. CaOH twice plus CO2 is giving CaCO3 plus H2O. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് is giving കാൽസ്യം കാർബണേറ്റ് പ്ലസ് H2O. കോമ്പിനേഷൻ റിയാക്ഷൻ്റെ വേറൊരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് കോൾ. അതായത് നമ്മൾ കരി കത്തിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും ഈ കരിക്കുള്ളിലെ കാർബണും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അതായത് 2 റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ദിസ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. അടുത്ത കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ കിട്ടുന്നു. ലിക്വിഡ് ഫോമിലുള്ള വാട്ടർ കിട്ടുന്നു. നമ്മൾ ആക്ടിവിറ്റി 1.4 കാൽസ്യം ഓക്സൈഡും വാട്ടറും കൂടിയുള്ള റിയാക്ഷൻ കണ്ടു. പ്രോഡക്റ്റ് ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ കൂടെ ഹീറ്റ് റിലീസ് ആയതായിട്ട് കണ്ടു. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്.
or the reactions in which heat is released along with the formation of products are called exothermic reactions. എക്സോതെർമിക് റിയാക്ഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ചാൽ മീതെയിൻ ഓർ CH4. CH4 plus 2O2 is giving CO2 plus 2H2O. നമ്മളൊരു സാധനം ബേൺ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ മീതെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടാതെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും ഈ റിയാക്ഷനിൽ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. റെസ്പിറേഷൻ എന്ന് പറയുന്നതും ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. നമ്മുടെ ആഹാരം വയറ്റിൽ ചെന്ന് ഡൈജസ്റ്റ് ആവുന്ന സമയത്ത് ഇത് വീണ്ടും സിംപ്ലർ പാർട്സ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് മാറുന്നുണ്ട്. അതായത് റൈസിൻ്റെ അകത്തെ മെയിൻ കോമ്പണൻ്റാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് വീണ്ടും ചെറുതായി അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നു. നമ്മൾ ശ്വസിക്കുമ്പോഴുള്ള ഓക്സിജൻ ഈ ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് റെസ്പിറേഷൻ പ്രോസസ്സിൽ മെയിനായിട്ട് നടക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ദാറ്റ് ഇസ് C6H12O6 plus 6O2 is giving 6CO2 plus 6H2O plus എനർജി. ഗ്ലൂക്കോസും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. പോരാതെ നമ്മുടെ ശരീരത്തിൽ വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾക്ക് എനർജിയും കിട്ടുന്നു. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. ഇനി മറ്റൊരു റിയാക്ഷനും കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്, നമ്മൾ ഈ വെജിറ്റബിൾ വേസ്റ്റൊക്കെ മണ്ണിൽ കൊണ്ടുപോയിടുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുമല്ലോ, അതും ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. Next we can see what is a decomposition reaction. Reaction in which a single reactant decompose to give simpler products is called decomposition reaction. എന്ന് വെച്ചാൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു റിയാക്റ്റൻ്റേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ എന്തെങ്കിലും എനർജി കൊടുത്തിട്ട് ഡീകമ്പോസ് ചെയ്യിപ്പിക്കും. അതായത് ഒരു വലിയ മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്ത് പല ചെറിയ മോളിക്യൂൾസ് ആയിട്ട് മാറും. ഡീകമ്പോസിഷൻ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. Now let us look activity 1.5. Take about 2 gram ferrous sulfate crystals in a dry boiling tube. Note the color of the ferrous sulfate crystals. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ്. അതിന് ഗ്രീൻ കളറാണ് ഉള്ളത്. Heat the boiling tube over the flame of a burner or spirit lamp as shown in figure 1.4. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്ടോ, ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തു, അതിനകത്തേക്ക് കുറച്ച് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇട്ടു. എന്നിട്ടൊരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൻ്റെ സഹായത്തോടു കൂടി അതിനെ ഒരു ലാമ്പിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കുവാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂടാക്കുമ്പോൾ ആ ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്ത് നമ്മുടെ മുഖത്തിന് എതിരെയുള്ള വശത്തേക്ക് വെച്ച് വേണം ചൂടാക്കാനായിട്ട്. അല്ലെങ്കിൽ മറ്റൊരാളവിടെ നിൽപ്പുണ്ടെങ്കിൽ അയാളുടെ മുഖത്തേക്ക് അല്ലാതെ മാറ്റി പിടിച്ച് വേണം ചൂടാക്കാനായിട്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൻ്റെ കളറ് ഫെയ്ഡ് ആവാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ക്രിസ്റ്റൽ മോളിക്യൂൾസിൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാവും. അതായത് കുറച്ച് വാട്ടർ മോളിക്യൂൾസ് അതുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൻ്റെ ഒപ്പം 7 വാട്ടർ മോളിക്യൂൾസ് ബൗണ്ടഡ് ആയിട്ടുണ്ട്. അതായത് 1 ഫോർമുല യൂണിറ്റ് ഓഫ് ഫെറസ് സൾഫേറ്റ് കണ്ടെയ്ൻസ് 7 യൂണിറ്റ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം ആദ്യം തന്നെ ഈ വാട്ടർ മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൻ്റെ ഗ്രീൻ കളറ് ആദ്യമേ തന്നെ ഫെയ്ഡ് ആവുന്നത്. വീണ്ടും നമ്മളിത് ചൂടാക്കുമ്പോൾ ഈ ഫെറസ് സൾഫേറ്റ് ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ഡീകമ്പോസ് ചെയ്ത് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറും. നമുക്ക് കിട്ടുന്ന മോളിക്യൂൾസ് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡുമാണ്. ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൗൾ സ്മെല്ല് വരാൻ തുടങ്ങും. അത് ഈ പ്രൊഡ്യൂസ് ചെയ്ത സൾഫർ ഡയോക്സൈഡിൻ്റെയും സൾഫർ ട്രയോക്സൈഡ് ഗ്യാസസിൻ്റെയുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബോയിലിംഗ് ട്യൂബിലെടുത്ത ആ ഗ്രീൻ സബ്സ്റ്റൻസ് ഇപ്പോൾ ഒരു ബ്രൗണിഷ് റെഡ് കളർ സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് ഫെറിക് ഓക്സൈഡ്. ഇതാണ് അതിൻ്റെ കളറ്. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് ഈ തന്നിരിക്കുന്നത്. 2FeSO4 സോളിഡ് വെൻ ഹീറ്റഡ് ഗീവ്സ് Fe2O3 സോളിഡ് പ്ലസ് SO2 ഗ്യാസ് പ്ലസ് SO3 ഗ്യാസ്. ഈ റിയാക്ഷൻ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് ഒറ്റ റിയാക്റ്റൻ്റേ ഉള്ളൂ,
നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സിംപ്ലർ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് കാൽസ്യം കാർബണേറ്റ് when heated gives calcium oxide and carbon dioxide. ഇതിനകത്തും സിംഗിൾ റിയാക്റ്റൻ്റേ ഉള്ളൂ, നമുക്ക് സിംപ്ലർ ആയിട്ടുള്ള 2 പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയലി നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ബിക്കോസ് കാൽസ്യം ഓക്സൈഡ് ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു മെത്തേഡായത്. കാൽസ്യം ഓക്സൈഡ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ആവശ്യമാണ്. Now let us move on to activity 1.6. Take about 2 grams of lead nitrate powder in a boiling tube. Hold the boiling tube with a pair of tongs and heat it over a flame as shown in the figure. What do you observe? Note down the change, if any. ഇവിടെ നമ്മളൊരു ബോയിലിംഗ് ട്യൂബിനകത്തേക്ക് ലെഡ് നൈട്രേറ്റ് എടുത്തിട്ട് അതിനെ ഒരു ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ നിന്ന് റെഡ് ഫ്യൂംസ് പുറത്തേക്ക് പോകുന്നത് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ റെഡ് ഫ്യൂംസ് ആയിട്ട് കാണുന്നത്. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ കെമിക്കൽ റിയാക്ഷനാണിത്. 2 PbNO3 twice when heated gives 2 PbO plus 4 NO2 plus 4 O2. ഇപ്പോൾ നമ്മൾ കണ്ട ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ ഓരോ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. ഇതൊക്കെ നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെ പഠിക്കണം. നമ്മൾ റെഡ് ഫ്യൂംസ് ആയിട്ട് കണ്ട നൈട്രജൻ ഡയോക്സൈഡ് കണ്ടോ, അവിടെ അതൊരു ഗ്യാസ് ആണെന്ന് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്സിജൻ പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഗ്യാസ് ആയ കാരണം അത് പുറത്തേക്ക് പോകുന്നതായിട്ട്, ബോയിലിംഗ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹീറ്റിങ്ങിന് ശേഷം നമ്മുടെ ബോയിലിംഗ് ട്യൂബിൽ റിമെയിൻ ചെയ്യുന്നതായിരിക്കും ലെഡ് ഓക്സൈഡ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ടേക്ക് എ പ്ലാസ്റ്റിക് മഗ്, ഡ്രിൽ 2 holes at its base and fit rubber stoppers in these holes. Insert carbon electrodes in these rubber stoppers. നമ്മളൊരു പ്ലാസ്റ്റിക് മഗ് എടുക്കുക, അതിൻ്റെ അടിവശത്ത് 2 ഹോൾ ഉണ്ടാക്കണം. അവിടെ റബ്ബർ കൊണ്ടുള്ള സ്റ്റോപ്പറുകൾ കിട്ടും. ആ സ്റ്റോപ്പർ ആ ഹോളിനുള്ളിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റോപ്പറിനുള്ളിലേക്ക് 2 കാർബണിൻ്റെ ഇലക്ട്രോഡുകൾ, കാർബണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന 2 റോഡുകൾ അതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. കണക്ട് ദീസ് ഇലക്ട്രോഡ്സ് ടു എ 6 volt ബാറ്ററി. ഈ ഇലക്ട്രോഡുകൾ ഒരു വയർ ഉപയോഗിച്ച് നമ്മളൊരു ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യണം. 6 volt ഉള്ള ബാറ്ററി ആയിരിക്കണം. അതിനിടയ്ക്കൊരു സ്വിച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഫിൽ ദ മഗ് വിത്ത് വാട്ടർ സച്ച് ദാറ്റ് ദ ഇലക്ട്രോഡ്സ് ആർ ഇമേഴ്സ്ഡ്. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ടു ദ വാട്ടർ. ഇനി നമ്മൾ ഈ മഗ്ഗിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കണം. ആ ഇലക്ട്രോഡുകൾ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിക്കണം. എന്നിട്ട് 1-2 ഡ്രോപ്പ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. Take 2 test tubes filled with water and invert them over the 2 carbon electrodes. ഇനി 2 ടെസ്റ്റ് ട്യൂബിൽ വെള്ളം എടുക്കണം. എന്നിട്ട് അത് വേഗം ഈ 2 കാർബൺ ഇലക്ട്രോഡുകളുടെ മുകളിലേക്ക് കമഴ്ത്തണം. സ്വിച്ച് ഓൺ ദ കറണ്ട് ആൻഡ് ലീവ് ദ അപ്പാരറ്റസ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോഡുകളിലേക്ക് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് നേരം എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. You will observe the formation of bubbles at both the electrodes. These bubbles displace water in the test tubes. കുറച്ച് നേരം കഴിയുമ്പം ഓരോ ടെസ്റ്റ് ട്യൂബിനുള്ളിലും ബബിൾസ് കാണാം നമുക്ക്. കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളം, ആ ടെസ്റ്റ് ട്യൂബിന് ഉള്ളിലുണ്ടായിരുന്ന വെള്ളം കുറഞ്ഞ് അവിടെ ഗ്യാസ് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ബബിൾസ് അവിടെ ഫില്ല് ചെയ്യാൻ തുടങ്ങും. Is the volume of the gas collected the same in both the test tubes? നമ്മൾ ഈ റിയാക്ഷൻ ഇപ്പം ചെയ്ത് നോക്കിയിട്ടില്ല, ഈ ആക്ടിവിറ്റി ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ചെയ്യുവാണെങ്കിൽ 2 ടെസ്റ്റ് ട്യൂബിലും ഫോം ചെയ്തിരിക്കുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. വൺസ് ദ ടെസ്റ്റ് ട്യൂബ്സ് ആർ ഫിൽഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഗ്യാസസ്, റിമൂവ് ദം കെയർഫുള്ളി. ഈ ഗ്യാസുകളൊക്കെ 2 ടെസ്റ്റ് ട്യൂബിലും ഫുള്ളായി കഴിയുമ്പോഴത്തേനും നമുക്കത് പതുക്കെ റിമൂവ് ചെയ്ത് ആ ടെസ്റ്റ് ട്യൂബിനെ എന്തെങ്കിലും കൊണ്ടുവച്ച് അടച്ചു വയ്ക്കാം. ടെസ്റ്റ് ദീസ് ഗ്യാസസ് 1 by 1 by bringing to a burning candle close to the mouth of the test tubes. ഒരു ടെസ്റ്റ് ട്യൂബിലെ ഗ്യാസും നമുക്ക് ഒരു കത്തുന്ന ക്യാൻഡിലിൻ്റെ ഫ്ലെയിം അതിൻ്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവച്ച് നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാം. ഒരു ഗ്യാസ് കൊണ്ട് ചെല്ലുമ്പോഴത്തേനും ഒരു പോപ്പ് സൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ കത്തുന്നതായിട്ട് കാണാം. അടുത്ത ടെസ്റ്റ് ട്യൂബിനടുത്തേക്ക് നമ്മൾ ഈ ക്യാൻഡിൽ കൊണ്ട് ചെല്ലുമ്പം അത് ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ സെറ്റപ്പ്. ഇതിനുള്ളിലേക്ക് നോക്കിയേ, ലെഫ്റ്റ് സൈഡിലുള്ള ടെസ്റ്റ് ട്യൂബിൽ ഓക്സിജനാണ് ഫോം ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രജനും.
ആക്ച്വലി ഈ സെറ്റപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വെള്ളത്തിനെ ബ്രേക്ക് ചെയ്യുക. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇലക്ട്രോളിസിസ് എന്നുള്ള വേർഡ് നോക്കുകയാണെങ്കിൽ ലൈസിസ് എന്ന് പറഞ്ഞാൽ കട്ടിങ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് എന്നാണ്. ഇലക്ട്രോ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് വാട്ടറിനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പം വാട്ടറിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റമുണ്ട്. സോ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ ഗ്യാസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. കാരണം ഓക്സിജൻ ഒരു ആറ്റമേ ഉള്ളൂ വാട്ടർ മോളിക്യൂളിനകത്ത്. സോ ഓക്സിജൻ ഗ്യാസ് ഫോം ചെയ്യുന്നതും അതനുസരിച്ച് കുറവായിരിക്കും. ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്ത ടെസ്റ്റ് ട്യൂബ് നമ്മളൊരു ക്യാൻഡിലിൻ്റെ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുമ്പം ഒരു പോപ്പ് സൗണ്ട് വെച്ചിട്ട് അത് ബേൺ ചെയ്യും. ഓക്സിജൻ നിറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് നമ്മളൊരു ക്യാൻഡിലിൻ്റെ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ ഓക്സിജൻ ആ ബേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് അത് ആളിക്കത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ആക്ടിവിറ്റിയുടെ കെമിക്കൽ ഇക്വേഷൻ. 2H2O is giving 2H2 plus O2. നമ്മളിപ്പം ഓൾറെഡി ഹീറ്റ് ഉപയോഗിച്ച് ഡിക്കമ്പോസ് ചെയ്യുന്ന 2 റിയാക്ഷൻസ് കണ്ടു. അങ്ങനെയുള്ളതിനെ നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. പിന്നെ നമ്മളൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനും കൂടെ കണ്ടു. അത് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ കണ്ടു. Now we will move on to activity 1.8. Take about 2 grams of silver chloride in a china dish. What is its color? Place this china dish in sunlight for some time. Observe the color of the silver chloride after some time. ഇതാണ് സിൽവർ ക്ലോറൈഡ്. നമ്മളിതിനെ സൺലൈറ്റിലേക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ കളറ് മാറി ഇതൊരു ഗ്രേ കളറായിട്ട് മാറും. അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ സിൽവർ ക്ലോറൈഡിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. 2AgCl ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇസ് ഗിവിങ് 2Ag plus Cl2. AgClനകത്തെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്യും. നമ്മൾ ഗ്രേ കളറായിട്ട് കാണുന്നത് സിൽവർ ആയിരിക്കും. സിമിലർ ആയിട്ടുള്ള റിയാക്ഷനാണ് സിൽവർ ബ്രോമൈഡിൻ്റേത്. 2AgBr ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇസ് ഗിവിങ് 2Ag plus Br2. ഈ റിയാക്ഷനിലും നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനിലും നമുക്ക് സിൽവർ എന്ന സോളിഡ് ആയിരിക്കും റെസിഡ്യൂവലായിട്ട് കിട്ടുക. ആദ്യം സിൽവർ ക്ലോറൈഡ് ഉള്ളപ്പോൾ അതിൻ്റെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഇവോൾവ് ആകും. ഈ കോമ്പൗണ്ടിൽ ബ്രോമിനും ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. നമുക്ക് സിൽവർ മാത്രമായിരിക്കും നമ്മളുടെ ചൈന ഡിഷിൽ ബാക്കി ഉണ്ടാവുക. ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. പക്ഷെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി ലൈറ്റ് രൂപത്തിലാണെന്ന് മാത്രം. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഫോം ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യണം. The decomposition reactions require energy either in the form of heat, light or electricity for breaking down the reactants. Reactions in which energy is absorbed are known as endothermic reactions. ഇനി നമ്മൾ ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജി ഹീറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ബേരിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും കൂടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് റോഡ് വെച്ച് അതിനെ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ആ കെമിക്കൽ ഇരിക്കുന്ന ഭാഗം തൊട്ട് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആക്ച്വലി ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ റിയാക്റ്റൻസ് രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പോലും അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിവശത്ത് തൊടുമ്പോൾ അത് തണുത്തിരിക്കുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഇതിൻ്റെ ഇക്വേഷനാണ് BaOH twice plus 2NH4Cl is giving BaCl2 plus 2NH3 plus 2H2O. ഇനി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഒന്നാമത്തേത് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എക്സ് ഇസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. ഫസ്റ്റ് വൺ, നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആക്ടിവിറ്റി 1.4 അത് കണ്ടതുമാണ്. സോ സബ്സ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് കാൽസ്യം ഓക്സൈഡ് അഥവാ ക്വിക്ക് ലൈമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് നെയിംഡ് ഇൻ എബവ് 1 വിത്ത് വാട്ടർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ റിയാക്ഷൻ 1.13 ആണ് അതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് CaO, കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O ഈസ് ഗിവിങ് CaOH ട്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് കളക്റ്റഡ് ഇൻ വൺ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഇൻ ആക്ടിവിറ്റി 1.7 double the amount collected in the other? Name this gas.
നമ്മൾ കണ്ടായിരുന്നു ആക്ടിവിറ്റി 1.7 എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. സോ നാച്ചുറലി ഇത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും കിട്ടുക. കാരണം ഓൾറെഡി നമ്മുടെ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിനകത്ത് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേങ്കിൽ ഒരു ആറ്റം ഓഫ് ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്യാസസിൻ്റെ റേഷ്യോ നോക്കുമ്പോഴോ ഹൈഡ്രജൻ എപ്പോഴും ഡബിൾ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. സോ ഗ്യാസസിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു ഗ്യാസ് ഹൈഡ്രജനാണ്, മറ്റേ ഗ്യാസ് ഓക്സിജനാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? Activity 1.7 is electrolysis of water. From the equation 2H2O giving 2H2 plus O2, we know that when 2 molecules of water decompose, we get 2 molecules of hydrogen gas and 1 molecule of oxygen gas. That is, hydrogen is always collected double the amount of oxygen. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻസും കൂടി നോക്കാനുണ്ട്, but that we will see in the next video. Stay tuned for the next video. Keep learning. Thank you so much for watching. Bye bye.